ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ നമ്മളിപ്പോൾ ഉള്ളത് ആഗ്രയിലാണ്. ഇവിടെ നിന്ന് നമ്മൾ നേരെ റെഡി ആയിട്ട് പോണത് ഡൽഹിയിലെ അക്ഷർധാം ടെമ്പിൾ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് അവിടെ നിന്ന് ഇറങ്ങി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ ഫോണോ ക്യാമറയോ ഒന്നും അലൗഡ് അല്ല. സോ ഞാൻ ഗൂഗിളിൽ നിന്നുള്ള കുറച്ച് ഫോട്ടോസാണ് ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറുകയാണെന്ന് വെച്ചാൽ ഏകദേശം അതൊരു 100 ഏക്കറിൻ്റെ അടുത്ത് വരുന്ന സ്ഥലത്താണ് ഈ ടെമ്പിൾ സ്ഥിതി ചെയ്തിട്ടുള്ളത്. ഇതിന് സ്വാമിനാരായണ അക്ഷർധാം എന്നും കൂടെ പറയും കേട്ടോ. ഇതിനകത്ത് സ്വാമിനാരായണ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്ലോത്ത്സും മെതിയുടെയൊക്കെ ഇതിൻ്റെ ഉള്ളിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സ്വാമിനാരായണയുടെ ഒരു 11 ഫീറ്റ് വരുന്ന പഞ്ചലോഹത്തിൻ്റെ ഒരു സ്റ്റാച്യു ഉണ്ട്. ഏകദേശം ഇതിനൊരു 3000 ടണ്ണ് വെയിറ്റ് വരുന്നുണ്ട്. ഇതെല്ലാം കൊത്തുപണികൾ തന്നെയാണ്. ഇതിൻ്റെ അകത്ത് ശിവൻ്റെയും പാർവതീൻ്റെയും കൃഷ്ണൻ്റെയും രാധേൻ്റെയും അങ്ങനത്തെ കുറേ പഞ്ചലോഹത്തിൻ്റെ സ്റ്റാച്യൂസ് വേറെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ വോളിൽ തന്നെ ഇതിൻ്റെ ചരിത്രം ഫുള്ള് എഴുതിയിട്ടുണ്ട്. വാസ്തുശാസ്ത്രം അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ എല്ലാ പണികളും ചെയ്തിട്ടുള്ളത്. ഉച്ചത്തെ ലഞ്ച് നമുക്ക് അവിടെ നിന്ന് തന്നെയായിരുന്നു. നേദ്യച്ചോറായിരുന്നു. ഫോൺ അലൗഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. 1987 ഇത് നിർമ്മിക്കുന്നത്. അന്നത്തെ കാലത്ത് കോൺക്രീറ്റോ സിമൻറ്റോ ഒന്നുമില്ലാതെ രാജസ്ഥാനിൽ നിന്നുള്ള പിങ്ക് മണലുകളും ഇറ്റാലിയൻ വെണ്ണക്കല്ലുകളും കൊണ്ടാണ് ടെമ്പിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് പാർക്കുണ്ട്. അതുപോലെ രാത്രിയാകുമ്പോൾ വാട്ടർ ഡാൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. നമ്മൾ മോർണിംഗ് ടൈമിൽ വന്നുകൊണ്ട് അതൊന്നും കാണാൻ പറ്റിയില്ല. വേൾഡ് ഗിന്നസ് റെക്കോർഡ് കിട്ടിയിട്ടുള്ള ടെമ്പിളാണ് അക്ഷർധാം ടെമ്പിൾ. പിന്നെ ഇതിൻ്റെ ബേസിൽ വരുന്നത് ആനയുടെ കൊത്തുപണികളാണ് കേട്ടോ. 148 ആന ഉണ്ട്. അപ്പം ഞങ്ങളെയും കൊണ്ട് പറ്റാവുന്ന അത്രയും ഞങ്ങൾ കണ്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അടുത്ത് നമ്മുടെ സ്പോട്ട് വന്നിട്ട് ഹുമയൂൺ ടോംബാണ്. ഇതാണ് എൻട്രൻസ്. എൻട്രൻസിൽ നിന്ന് ഉള്ളിലേക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ. ഹലോ, നമ്മളിപ്പോൾ എവിടേക്കാണ് വന്നിരിക്കണത്? ഇവിടെ എന്താ പ്രത്യേകത? അക്ബറിന്റെ ഫാദറിനെ അടക്കിയിട്ടുള്ള സ്ഥലമാണ് ഹുമയൂൺ ടോംബ്. ഹുമയൂൺ എന്നാണ് അക്ബറിന്റെ ഫാദറിന്റെ പേര്. ഷാജഹാന്റെ അപ്പാപ്പൻ. അങ്ങനെ കുറച്ച് നടന്ന കവാടാണ്. അത് കഴിഞ്ഞാൽ നേരെ കാണുന്നത് ഹുമയൂൺ ടോംബാണ്. സിമിലർ ടു താജ്മഹൽ തന്നെ കേട്ടോ. വർക്കുകളായാലും ഡിസൈനായാലും താജ്മഹലിനെ പോലെ തന്നെയാണ് കാണാൻ ഏകദേശമൊക്കെ. അങ്ങനെ എല്ലാം കണ്ട് പുറത്തിറങ്ങി ഞങ്ങളൊരു ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തേക്ക് വന്നത്. നോക്കുമ്പോൾ കടയൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു കോൾഡ് കോഫി വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. ഇത് രാത്രി 10 മണി വരെ ഓപ്പണിംഗ് ആണ്. പിന്നെ സൺഡേയും അതുപോലെ തന്നെ ഫ്രൈഡേയും മാത്രമാണ് ഇതിൽ ഹോളിഡേ ഉള്ളൂ. സോ ഇന്നത്തെ 2 സ്പോട്ടുകളും നമ്മൾ കവർ ചെയ്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. പോകും വഴി 70 മൈൽ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റ് നിന്നായിരുന്നു കേട്ടോ ഫുഡ് ഉണ്ടായിരുന്നത്. ഞാൻ ഈ ട്രിപ്പിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട് കഴിച്ചത് അവിടുത്തെ ഫുഡായിരുന്നു. റൈസും പനീറും ചപ്പാത്തിയും മസാലയും ഗുലാബ് ജാമും അങ്ങനെ വേണ്ട എല്ലാ ഡിഷസും ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇതാ റെസ്റ്റോറൻറ്റിൻ്റെ എൻട്രൻസിലുള്ളൊരു വെൽക്കം ഡാൻസ് ആണ് കേട്ടോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വണ്ടി കയറി. ഇനി നമ്മൾ നേരെ പോകുന്നത് കുളുവിലേക്കാണ്. അപ്പോൾ 10 മണിക്കൂർ നമുക്ക് ട്രാവൽ ഉണ്ട് കേട്ടോ. നേരം വെളുക്കുമ്പോഴേക്കും നമ്മളിനി കുളു എത്തും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഇനി അവിടെ പോയിട്ട് കാണാം. ലവ് യു ഓൾ, ബൈ.